ഫ്രണ്ട്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ കൊണ്ട് കാണുമ്പോൾ ഒരുപിടി സംശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കയറാറുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? എന്നെക്കൊണ്ട് ഇതിനൊക്കെ കഴിയുമോ? ഇയാൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാര്യമുണ്ടോ? എന്നൊക്കെ ഒരുപിടി സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു കയറാറുണ്ട്. ചിലപ്പോൾ ഇത് പറഞ്ഞു തരുന്ന നമ്മളോടും ആളുകൾക്ക് ദേഷ്യം തോന്നാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ സെൽഫ് ഡൗട്ട്സ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ആ മാനിഫെസ്റ്റേഷൻ അവിടെ സാധ്യമാവുകയുള്ളൂ. ഇന്ന് ഞാൻ ഈ സംശയങ്ങൾ അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്സ് നമുക്ക് മാറ്റുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് പറഞ്ഞു തരുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ കൊണ്ട് നമ്മൾ ആ ആഗ്രഹം നേടിയെടുക്കുന്നതായിട്ട് കാണുമ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഹൃദയം കൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ളൊരു ഫീൽ അനുഭവിക്കുവാൻ കഴിയണം. അതായത് ഹൃദയം കൊണ്ട് ആ ഫീൽ അനുഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൃദയഭാഗമാണ് നമ്മുടെ ഇമോഷൻസിൻ്റെതായിട്ടുള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ദേഷ്യം തോന്നുമ്പോൾ, നിരാശ തോന്നുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ, സ്നേഹമുണ്ടാകുമ്പോൾ, കൃതജ്ഞതയുണ്ടാകുമ്പോൾ ഈ ഒരു ഭാഗത്താണ് അത് നമുക്ക് ഫീൽ ചെയ്യുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഇമോഷൻസ്? നിരാശയാണോ? ദുഃഖമാണോ? ഒരിക്കലും അല്ല. നമുക്ക് ആ സമയത്ത് എന്തെന്നില്ലാത്ത സന്തോഷവും പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ ദൈവത്തോട് എന്തെന്നില്ലാത്ത കൃതജ്ഞതയുമായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ബ്രെയിൻ കൊണ്ട് കാണുന്ന സമയത്ത്, വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്തോ അഫർമേഷൻ പറയുന്ന സമയത്തോ നമ്മുടെ ഹൃദയഭാഗം കൊണ്ട് അത് ഫീൽ ചെയ്യുവാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോൾ എന്തുമാത്രം സന്തോഷം ഉണ്ടാകുമോ, കൃതജ്ഞത ഉണ്ടാകുമോ, അത് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി, അതിനുവേണ്ടി കുറേയേറെ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നു, ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. അപ്പോൾ എന്താണ് ആ ജോലി എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കാണുന്ന സമയത്ത് ഇത് ഇനി നടക്കുന്ന കാര്യമാണോ എന്നുള്ളൊരു ഡൗട്ട് വരുന്ന സമയത്ത് അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഹൃദയഭാഗം കൊണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം അല്ലെങ്കിൽ കൃതജ്ഞത അങ്ങോട്ട് അനുഭവിക്കുവാൻ കഴിയണം. തീർച്ചയായിട്ടും വഴികളും വാതിലുകളും ഒക്കെ നമ്മുടെ പ്രപഞ്ചം നമുക്കായിട്ട് തുറന്നു തരും. അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ വലത് കൈ എടുത്ത് ഹൃദയഭാഗത്ത് വയ്ക്കുക. ഹൃദയഭാഗത്ത് വെച്ചതിന് ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞു, ആ ജോലി നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഈ ഹൃദയഭാഗം കൊണ്ട് നമുക്കത് അനുഭവിക്കുവാൻ കഴിയണം. എന്താണ്? കൃതജ്ഞത, സന്തോഷം. ആ കൃതജ്ഞതയും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാണുക? നമുക്ക് വേണ്ട കാര്യത്തെ കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും വഴിയും വാതിലുമൊക്കെ പ്രപഞ്ചം നമ്മുടെ മുൻപിൽ തുറന്നു തരുന്നത് നമുക്ക് ഉടൻ തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ സംശയങ്ങളെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ സ്വപ്നങ്ങളെ നേടിയെടുക്കുവാൻ കഴിയും.